കാസർഗോഡ് ബാഡൂരിലെ കവുങ്ങിൻ തോട്ടത്തിലെ കാഴ്ചയാണിത്. ഓരോ കവുങ്ങിൻ ചുവട്ടിലും പാളകൾ നീക്കം ചെയ്യാതെ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു. പാളത്തോടുകളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിറയെ കൊതുക് കൂത്താടികൾ. കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത മേഖലയാണ് ബാഡൂർ. ഇത് ഇപ്പോൾ മഴ കനക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ മഴ തുടങ്ങിയ ഈ അവസരത്തിൽ തന്നെ വൈകുന്നേരമല്ലാത്ത കൊതുക് ശല്യമാണ്. കാരണം ഇതൊരു തോട്ടം മേഖലയാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ ഈ പാളകളും മറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് കൊതുക് വല്ലാത്ത പെരുകുന്നുണ്ട്. മഴയുടെ തുടക്കത്തിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഈ മേഖലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കും. പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ നാട്ടിൻപുറങ്ങളിലെ ഇത്തരം തോട്ടങ്ങളിലേക്കും എത്തണം. കൊതുക് കൂത്താടികൾക്ക് വളർന്ന് പെരുകാനുള്ള സാഹചര്യമാണ് തോട്ടങ്ങളിലുള്ളത്. മലയോര മേഖലയിലെ പ്ലാന്റേഷൻ തോട്ടങ്ങളിലും സ്ഥിതി സമാനമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നു. തോട്ടങ്ങൾക്ക് പുറമെ പൊതുയിടങ്ങളിലെ കോൺക്രീറ്റ് പ്രതലങ്ങളും കൊതുകുകളുടെ വളർത്തി കേന്ദ്രത്തിന് സമാനമാണ്. ഉപയോഗശേഷം കളയുന്ന ടയറുകൾ, ചിരട്ടകൾ, ഇളനീർത്തുണ്ടുകൾ എന്നിവയിലും കൂത്താടികൾ നിറഞ്ഞിരിക്കുന്നു. ഈ വർഷം ഇതുവരെയായി 22 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. അതിർത്തി പ്രദേശമായ മംഗളൂരു, കിഴക്കൻപുത്തൂർ, സുള്യ എന്നിവിടങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരിലും പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് മുൻവർഷം ഏറെയും മലേറിയ രോഗം പിടിപെട്ടത്. ഇക്കുറി മഴയുടെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 42 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. കൂടുതലും മലയോര പഞ്ചായത്തുകളായ ഈസ്റ്റളേരി, വെസ്റ്റളേരി, ബളാൽ, കരിന്തളം എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ. ഇപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ചും കുറച്ച് രോഗങ്ങൾ പൊട്ടിപ്പറയാൻ സാധ്യതയുണ്ട്. ഇതുവരെ വെള്ളമില്ലല്ലോ, വെള്ളത്തിൻ്റെ ക്ഷാമം തന്നെ, മഴയില്ല. ഈ മഴ പെയ്ത് ഇടയ്ക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാത്രങ്ങളിൽ വെള്ളം കെട്ടി കിടക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഡെങ്കിപ്പനി വന്നേക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് ഈ സമയത്ത്. പിന്നെ മറ്റൊന്ന്, ചെറിയ അളവ് മാത്രം മഴ പെയ്യുമ്പം ഇടവഴിയിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് അത് ചവിട്ടി നടക്കുന്ന ആൾക്കാർക്ക് എലിപ്പനി വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സാധ്യതകൾ. പിന്നെ ക്ഷാമമുള്ള സ്ഥലത്ത് വേറെ രോഗങ്ങളും ടൈഫോയിഡൊക്കെ കണ്ടേക്കുന്നത്. തോട്ടങ്ങൾക്ക് പുറമെ ഗ്രാമപ്രദേശങ്ങളിൽ മാലിന്യ നീക്കം കാര്യക്ഷമമായി നടത്താനാവാത്തതും കൊതുകുജന്യ രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുന്നുണ്ട്. മഴയുള്ള രോഗം. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കാസർഗോഡ്.